ഞാനായോണ്ടാന്ന് നിന്നെ ഡിവോഴ്സ് ചെയ്യാണ്ട് നിക്കുന്നത്. പറയുന്നു ഈ ടാസ്കിൽ സജീഷ് ഏട്ടൻ തോറ്റിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രണ്ടുപേരും അടുക്കളയിൽ നിന്ന് വന്നതാണ്. അടുക്കളയിൽ എന്തോ എടുത്തിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട് നിങ്ങളോട് എല്ലാവരോട് പറയാൻ വേണ്ടിട്ട്. ആവി പറക്കുന്ന പുട്ട്, ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ. എവിടെ ആവി തട്ടി മോന്ത കരിയണ്ട. ഞാനിങ്ങനെ ആ ഒരു സ്റ്റൈലിൽ ഇങ്ങനെ എടുത്തു വരല്ലേ, അപ്പോഴേക്കും ഈ മോന്താവുന്നു. അതെല്ലേ, ഞാൻ ആ സ്റ്റൈലിൽ എടുക്കട്ടെ. ആവി പറക്കുന്ന പുട്ട് കണ്ട കൈസ്, ഇതാ ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ. അതിനെ കാണുന്നില്ല അങ്ങോട്ട്, അവിടെ ഉണ്ട്. പിന്നെ അതെ, അയ്യോ ആവി മൂടി എന്റെ ക്യാമറ മൊത്തം അവതാളത്തിലായി. പിന്നെ അതെ, ചുട്ടു വെച്ചിരിക്കുന്ന പുട്ട്, കുഴച്ച് വെച്ചിരിക്കുന്ന പൊടി, ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ, പിന്നെ ഇതാ മറ്റേ ഐസായി കട്ട പിടിച്ചിറക്കുന്ന ചിക്കൻ, പാത്രത്തില് ചൂടായിക്കൊണ്ടിരിക്കുന്ന എണ്ണ, പാവം വെളിച്ചെണ്ണ. എന്തിനാണ് നടക്കുന്നതെന്നുള്ള അറിയാത്ത വെളിച്ചെണ്ണ. അതിലേക്ക് ഇങ്ങനെ മുറിച്ചു വെച്ച ഉള്ളിയും സവാളയും അല്ല ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം തട്ടി കൊടുത്തു. ഇതാണ് ഗൈസ്. ഹലോ ഗുഡ് മോർണിംഗ്. ചുണ്ടരി പെൺകൊടിയെ ചൂളമിടാൻ വായോ. ചുണ്ടരി കൊച്ചിയുടെ സന്തോഷമായി കൊച്ചു കള്ളിക്ക് അല്ലേ. അപ്പൊ ഗൈസ്, അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ. എല്ലാം ഞാൻ വളരെ ഒരു ഭംഗിയായിട്ട് വിവരിച്ചിട്ടുണ്ട്. സംഭവം ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. എന്താണ് പ്രത്യേകത? ഞങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ട്. അതല്ല, എല്ലാ ദിവസത്തെയും പോലെ കുട്ടികൾ സ്കൂളിൽ പോകുന്നു, വൈകുന്നേരം സ്കൂളിട്ട് വരുന്നു. പക്ഷെ ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ പ്രത്യേകത, വളരെ പ്രത്യേകത. പക്ഷെ അത് കൂടാതെ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് അല്ലേ. ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അവരെ ഗസ്റ്റ് എന്ന് പറയാൻ നമ്മുടെ സ്വന്തം ആൾക്കാര്. അപ്പൊ അത് നമുക്ക് വഴിയെ കാണിച്ചില്ല. അതെ, പിന്നെ അവര് ഉറക്കെണീറ്റ് വരട്ടെ അല്ലേ. അപ്പൊ എന്തായാലും നിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് പരിപാടി? ഇത് ഇന്നലെ മേടിച്ച ചിക്കനിൽ ഫ്രീസറിൽ എടുത്ത് വെച്ചോണ്ട് അവരും കൂടെ. ഗുഡ് മോർണിംഗ് ഡ്യൂഡ്. എന്താണ് കുറഞ്ഞ ചോട്ടെ ചോട്ടെ. അതെന്റെ മോക്കില്ലേ കഴിഞ്ഞ ദിവസം ഒരു ഇതുണ്ടായിരുന്നു, മറ്റേ ഈ ഒരു ജലദോഷത്തിനോട് ഒരു മരുന്ന് കുടിച്ചിട്ട് കുറഞ്ഞു. ചെറിയൊരു റിയാക്ഷൻ ആയിരുന്നു ഇവിടെ അല്ലേ. നീര് ഇല്ല, ഒരു കുഴപ്പമില്ല. ഇപ്പൊ കുറഞ്ഞു. ഇപ്പൊ അങ്ങനെ കാണാനൊന്നുമില്ല, നാണക്കേടൊന്നുമില്ല. എന്നിട്ട് ഇവിടെ ചെറുങ്ങനെ നീരുണ്ടായിരുന്നു, ഇപ്പൊ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അല്ലേ. അവരാളങ്ങോട്ട് ഓടിയല്ലേ ഇപ്പൊ. ഹായ് അച്ഛൻ, തണുപ്പുണ്ടാ? ചായ കുടിച്ചാ? പോയിട്ട് രാവിലെ പോയി ചായക്കടയിൽ പോയി ഒരു ചായ കുടിച്ചു, ഒരപ്പം തിന്ന് വന്നു, വയറ് നിറച്ചു. അതെ, തണുപ്പുണ്ടല്ലേ. ഡിസംബറിന്റെ ആ ഒരു തണുപ്പൊക്കെ ഏതാണ്ടൊക്കെ ആയിത്തോണ്ട് കണ്ടല്ലേ. കാലാവസ്ഥ നല്ലൊരു കാറ്റും. ഞാനിന്ന് മൊത്തം ഒരു വിവരിക്കൽ മൂടാണ് ഗൈസ്. കണ്ടതാ, കാറ്റിൽ ഉലഞ്ഞാടുന്ന എന്താണ് പറയാ അതിന്റെ മറ്റേ ഓലകൾ. പിന്നെ ചെന്തെങ്ങിന്റെ കൊലയാണെങ്കിൽ ആടും, അല്ലാത്ത കൊലയാണെങ്കിൽ ആടൂല. അങ്ങനെയല്ലേ ദിലീപ് പറഞ്ഞേക്കണത് അല്ലേ. കരിക്കും കൊല. നിക്ക് ഈ കാറ്റിലേ ചെന്തെങ്ങിന്റെ കൊലയൊക്കെ ആടുന്നുണ്ട്. അപ്പൊ നിക്ക് തിരക്കിലാണ്. നിക്ക് എന്താ സ്പെഷ്യൽ കറി കാണിക്കാനുണ്ടാ? ഏത് കറിയത്? അമ്മായിനെ അറിയാം. അത് സക്സസ് ആട്ടാ. കഴിഞ്ഞ പ്രാവശ്യം പറ്റി ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ. ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയാന്നാവും. അതെ അതെ, ബീഫ് വെക്കുന്ന പോലെ. അത് ഇതെല്ലാം നമ്മൾ ഇന്നലെ വെച്ചതല്ല, മിനിയാന്ന് വെച്ചതല്ല അമ്മ പറഞ്ഞ്. അതിന് മുമ്പ് വെച്ച അമ്മായിന്റെ കറി അല്ലേ. മിനിയാന്ന് വെച്ച കറി നല്ലതായിരുന്നു കേട്ടോ നീ. അപ്പൊ ഗൈസ്, ഇവിടെ തട്ടിയിട്ടുണ്ടെങ്കിൽ നോക്കാം എന്താണെന്ന്. ഗുഡ് മോർണിംഗ്. എന്ത് പറയുന്നു? ഉറക്കമല്ല, സുഖമായിരുന്നോ? ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ സ്വന്തം. എനിക്ക് പറഞ്ഞ ഗസ്റ്റ് ഞാൻ പറഞ്ഞ നമ്മുടെ സ്വന്തം ആള് അല്ല. ഗുഡ് മോർണിംഗ് മുത്തേ, വാ. ഇവിടെ അല്ല, ഞാനേ വ്ളോഗ് എടുക്കണ ഒച്ചപ്പാട് കേട്ടിട്ടാ ഇങ്ങനെ നീറ്റേന്ന് സംഭവമില്ല. ഇവരില്ലേ കിടന്നുറങ്ങിയായിരുന്നേ. അപ്പൊ ഞാൻ വ്ളോഗ് ഇങ്ങനെ എടുക്കാണ്ട് കഴിഞ്ഞപ്പില്ല ഹലോ ഗൈസ് ഒക്കെ പറഞ്ഞപ്പില്ല ഇവര് ചാടി അശ്വതി കണ്ണാ എനിക്ക് കണ്ണാ ചേട്ടനിപ്പ ക്യാമറ ആയിട്ട് കൊണ്ടുവരും. അതിനുള്ള വേഗം എനിക്ക് പുറത്തേ അടിക്കും. അപ്പൊ എന്തായാലും ഇവര് എറണാകുളത്ത് നിന്ന് അറിയാല. അശ്വതി, കണ്ണൻ, എന്റെ അനിയത്തി, ഭർത്താവ്, അളിയൻ. അപ്പൊ അളിയനൊക്കെ ഉണ്ട്. അളിയന്റെ വിലയൊന്നും നമുക്ക് കൊടുക്കാറില്ല. അപ്പൊ ഇവര് ഇന്നലെ രാത്രി എറണാകുളത്ത് നിന്ന് വന്നതാണ്. അപ്പൊ വെറുതെ അവർക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായി. പിന്നെ പുള്ളിക്കാരൻ സോളാറാണ് മെയിൻ. സോളാറിന്റെ ആളായി നിൽക്കണേ. അപ്പൊ സോളാറ് അതും കൂടി പറയാം. ഇവര് സോളാർ അവിടെ നിന്ന് ഇങ്ങനെ
എറണാകുളം തൊട്ടേ സോളാർ വെച്ച് കണ്ണൂർ എത്തി സംഭവം. ഇനിയിപ്പോ കണ്ണൂർ സോളാർ വെച്ച് കാസർഗോഡേക്ക് പോയിട്ട് വരും. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് വന്നതാ, വളരെ ഒഫീഷ്യലായിട്ട് വന്നതാണ്, അല്ലാതെ നമ്മൾ എപ്പോഴും വരുന്ന പോലെ വന്നതല്ല. അതുകൊണ്ട് കുട്ടികളെ ഒന്നും കൂട്ടിയിട്ടില്ല. ഇവിടെ കണ്ട ഞാൻ ആ പറയുന്ന സമയത്ത് കണ്ണ നിന്നോടെന്തോ ദേഷ്യം ഉണ്ടാവും, അവിടെ ഇളക്കി പുകയ്ക്കാണ് അവിടെ. നമുക്ക് ഇവിടെ നിന്ന് അവിടെ പോയി സംസാരിക്കാം. അപ്പോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഞാൻ ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. സോളാർ ആരെങ്കിലും ഒക്കെ വീട്ടിൽ വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ പറ്റിയ സമയം അല്ലേ കണ്ണ? നമ്മുടെ വീട്ടിൽ സോളാർ വെക്കണം, അടുത്തന്നെ വെക്കും. അതിനും കൂടിയാണ് ഇവര് വന്നത്. സോളാർ വെക്കുന്ന സ്ഥലമൊക്കെ നോക്കാം, ഇവിടെ സൂര്യപ്രകാശം കിട്ടും. അല്ല ഞാൻ പറയാം, സൂര്യൻ എങ്ങനെയോട് കണ്ണൂർ വർക്ക് ചെയ്യുന്നൊക്കെ നോക്കാനാണ് വന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ സോളാറിന്റെ ഇവരുടെ പേരെന്താണ്? മിത്ര സോളാർ ഒരുപാട് വർക്കുകൾ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇവര് തിരുവനന്തപുരം മുതൽക്ക് കണ്ണൂർ കാസർഗോഡ് വരെ ചെയ്യുന്നുണ്ട്, എല്ലാ ഭാഗങ്ങളിലും. സോളാറൊക്കെ വീടുകളിൽ വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ആരെയും നോക്കണ്ട, ധൈര്യമായിട്ട് എൻ്റെ കുഞ്ഞാളിനെ വിളിക്കണം. എൻ്റെ പെങ്ങളും രക്ഷപ്പെട്ടോണ്ട് ഇല്ല. അപ്പൊ അവര് പിന്നെന്താ അറിയോ, ഇപ്പൊ സോളാറിന്റെ ഒരുപാട് നിയമങ്ങളൊക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ട് അല്ലേ? ഇപ്പൊ സോളാറിന് നിങ്ങൾ ഇതൊക്കെ ഇല്ലേ മറ്റേ നമ്മളിപ്പോ 3 കിലോവാട്ടിന്റെ സോളാർ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും എടുക്കാതെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. EMI ബാങ്ക് ലോൺ ഉണ്ട്, പിന്നെ 78,000 സബ്സിഡി ഉണ്ട്. ഇപ്പൊ സോളാർ ചെയ്യാനായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ സപ്പോർട്ടും ഉണ്ട്. നമ്മൾ എല്ലായിടത്തും ആയി കഴിയുമ്പോൾ പിന്നെ എല്ലാവരും ആവുമ്പോ പിന്നെ ആ ഒരു സപ്പോർട്ട് ചിലപ്പോൾ കുറഞ്ഞൊന്നും വരാം. അല്ല, അത് 1 കോടി വീടുകൾക്കാണ് ഇപ്പോ ഈ ഒരു സബ്സിഡി പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സമയത്ത് തന്നെയാണ് ഈ ബാങ്ക് ലോണും പറഞ്ഞിട്ടുള്ളത്. ഇനി അത് കഴിയുമ്പോ എന്താണെന്നുള്ളത് പിന്നീട് ഉള്ള കാര്യമാണ്. അത് കഴിയുമ്പോ ചെയ്തോളുക. അപ്പൊ ആരെങ്കിലും ഒക്കെ സോളാർ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ണന്റെ നമ്പർ കൊടുത്തേക്കാട്ടോ. നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ എവിടെയായാലും, എവിടെയാണെന്ന് വെച്ചാൽ തിരുവനന്തപുരം ടു കാസർഗോഡ് അല്ലെ, കേരളത്തിൽ എവിടെയാണെങ്കിലും സോളാർ ഫിറ്റ് ചെയ്ത് തരുന്നതാണ്. സൂര്യനെ വന്ന് നോക്കും, കാര്യങ്ങളൊക്കെ കണക്കൂട്ടും, എല്ലാം സെറ്റായി തരും അല്ലേ? ഞങ്ങൾ 2 വർത്താനൊക്കെ പോയി അവിടെ പറഞ്ഞു വരുമ്പോഴേക്കും പ്രിയതമ ഇവിടെ ചിക്കൻ റെഡിയാക്കി. നിങ്ങളെ വർത്താനം കേട്ട് ഞാൻ നിങ്ങൾ വരുന്നേരം ചിക്കൻ കറി ഒന്നും ആക്കാണ്ട് ഇവിടെ നിൽക്കാൻ, എന്നിട്ട് വണ്ടീന്റെ പുറകെ ഞാൻ കിടന്ന് ഓടിയിട്ട് വീഡിയോയിലുള്ളവരെല്ലാം പറയാൻ വേണ്ടിട്ട് എപ്പോഴും നിൽക്കി ഇതന്നെയല്ലേ പണിയുന്നത്. എന്നിട്ട് ഇന്ന് നീ വണ്ടിന്റെ പുറകെ ഓടോ ഇല്ലേ ഞാൻ നോക്കാം. ഓടാൻ ചാൻസ് ഉണ്ട്, ഇന്ന് വെള്ളിയാഴ്ചയാണ്. അതാരുടെ കുറ്റം കൊണ്ടാ ബേബി? എന്റെ ഡയലോഗ് കേട്ടാ തോന്നുന്നു. ഞാൻ നിന്റെ ഭാഗത്തോട്ടേ പറഞ്ഞില്ലേ, ഞാനായോണ്ടാന്ന് നിന്നെ ഡിവോഴ്സ് ചെയ്യാണ്ട് നിക്കുന്നത്. അത് എന്റെ ചങ്കിലാ കൊണ്ടത്. എനിക്ക് ഇന്നലെ ഭയങ്കര നെഞ്ചുവേദനയായിരുന്നു. അപ്പൊ എന്നാലും അങ്ങനെ സംഭവം ഇങ്ങനെയാണ്. കണ്ണടച്ചാൽ നീയാണ് അങ്ങനെയല്ല സംഭവം ഞാൻ പറഞ്ഞുതരാം. ഒരു നാളിഞ്ഞോലും എന്നാലും അപ്പൊ പറഞ്ഞത് തെറ്റല്ലേ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ കേക്ക്. നമ്മള് ഇപ്പൊ ഭയങ്കര കാറ്റല്ലേ, വൃശ്ചിക കാറ്റ്. അപ്പം മുറ്റം നിറച്ചും ചപ്പ് വീണ് കിടക്കുന്നു, ഇലയെല്ലാം വീണ് കിടക്കുന്നു. സോറി, ചപ്പല്ല, ഇല വീണ് കിടക്കുന്നു. കണ്ണൂർ സ്ലാങ് കയറിപ്പോയി. അപ്പൊ ഇല വീണ് കിടക്കുമ്പോ ഞാൻ ഉച്ചക്കേ ഓപ്പനോട് പറയുന്നുണ്ട്, ഓപ്പ അടിച്ചു വാരണം, നോക്കിയ മുറ്റം കിടക്കുന്ന പോലെ നോക്കിയെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അച്ചുവും കണ്ണനെല്ലാം വരുന്നും പറഞ്ഞിരുന്നല്ല. അപ്പൊ ഞാൻ കാറ്റെല്ലാം നിന്നിട്ട് വൈകുന്നേരം അടിച്ചു വരാന്ന് വിചാരിച്ചു. അപ്പോഴേക്കും വൈകുന്നേരം ആയപ്പോഴേക്ക് എടി നികേ ആ മുറ്റെല്ലാം കിടക്കുന്ന കോലം നോക്കി അതൊന്ന് അടിച്ചിട്ടൂടെ. അങ്ങനെയല്ല, അവരൊക്കെ വരുന്നതല്ലേ. തെങ്ങിന്റെ മോളിൽ രാമേട്ടനും അവരെല്ലാം കേൾക്കുന്നുണ്ടാവില്ല. അപ്പൊ ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു മനുഷ്യ, ഞാൻ അടിച്ചു വാരാൻ നിക്കേന്ന്, നിന്റെ അടക്കിടന്ന് വിളിച്ചു കൂവണ്ടാന്ന്. ഓ എന്റെ പൊന്നു മനുഷ്യ, ഞാനിത് അടിച്ചു വാരാൻ നിക്കുന്നു, കൊണക്കാന്ന് തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനായത് കൊണ്ട് നീ എന്നെ ഡൈവേഴ്സ് ചെയ്യുന്നില്ലെന്നാ പറഞ്ഞത്. അതെല്ലാം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നീ ഡൈവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞത്. അങ്ങനെയാ പറഞ്ഞത്. പിന്നെ അല്ലാണ്ട് അമ്മാതിരെ തമ്മിൽ പിരിയുന്നു. ഇത് ഞാൻ ഡിവോഴ്സ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അപ്പം ഓൺ ദ സ്പോട്ടിൽ യൂട്യൂബിലിടും വേറെ പെണ്ണിനെ ഈ പെണ്ണുങ്ങളുടെ ചിന്താഗതി എന്താ ഇങ്ങനെ? ഞാൻ അതാ ചിന്തിക്കുന്നത്. ഇവർക്ക് മാത്രമാണല്ലോ എപ്പോഴും നമ്മളെന്താ പെണ്ണുങ്ങളെ തേടി നടക്കണം. ഇങ്ങനെ മറ്റേ പണ്ടാരോ പറഞ്ഞാൽ നിങ്ങള് പെണ്ണുങ്ങൾക്ക് പിടിക്കുന്നില്ലല്ലോ. തീരുമാനിച്ചിട്ടില്ലല്ലോ, ഷോപ്പ് അങ്ങനെ പറയരുതായിരുന്നല്ലോ. അല്ല, ഇത് ശരിക്കും പറഞ്ഞാല് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, ആണുങ്ങൾ ഇങ്ങനെ ചങ്ക് പൊട്ടി
ഡയലോഗ് പൊട്ടി. പെണ്ണുങ്ങളുടെ പുറകെ കിടക്കണമെന്നുള്ള വിചാരം. ഞങ്ങൾക്ക് അങ്ങനെ പെണ്ണുങ്ങൾ വേണ്ട ജീവിക്കാനായിട്ട് എപ്പോഴും. മനസ്സിലായോ? വി ആർ ബോയ്സ്. ഞങ്ങൾ വളർന്നത് ഒറ്റക്കാണ്, ജീവിക്കുന്നത് ഒറ്റക്കാണ്. എല്ലാവരും പറഞ്ഞില്ലേ സജീഷ് ചേട്ടന് 8ന്റെ പണി കൊടുക്കണമെന്ന്. സജീഷ് ചേട്ടന് 8ന്റെതല്ല മക്കളെ, 16ന്റെ പണിയുമായിട്ട് വരാൻ വേണ്ടി പോകുന്നുണ്ട്. അത് പറഞ്ഞില്ല. അടുത്ത വീഡിയോ ഞങ്ങൾ എന്തായാലും ഇപ്പൊ 2 ദിവസത്തിനുള്ള എറണാകുളം പോയി ഷൂട്ടിനെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്ന് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ സജീഷ് ചേട്ടനല്ല 8ന്റെതല്ല സംഭവമല്ല ഇത്. രോദനം. ആരുടെ രോദനം? ഒരു മുഴുവൻ ചിക്കൻ ഒറ്റക്ക് തിന്നാൻ പറ്റാതെ. പക്ഷെ ഞാൻ പറയുന്നു, ഈ ടാസ്കിൽ സജീഷ് ചേട്ടൻ തോറ്റിട്ടുണ്ടെങ്കിൽ ആ 5000 രൂപ എനിക്ക് തരാം മകളെ. പക്ഷെ ടാസ്ക് അപ്പൊ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 പൈസ തോക്കൂല. ഓപ്പയോടൊപ്പം ജനങ്ങളുണ്ട്. ഇതില്ലേ എനിക്കില്ലേ വെളുപ്പിന് ഞാൻ ഇന്ന് രാവിലെ 6 മണിക്ക് ഇങ്ങനെ എണീച്ച് കിടന്നപ്പോ ഒരു സ്വപ്നം പോലെ എന്റെ മനസ്സിൽ തോന്നിച്ചേ ദൈവം മനസ്സിൽ ഞങ്ങൾക്കായി കൊണ്ട് തന്നത്. വേറെ ഡയലോഗാണ് കേട്ടാ. അപ്പൊ സംഭവം കണ്ടില്ല, ഈ ജനക്കൂട്ടം കണ്ട, അതാണ് എന്റെ പേര്. പിന്നെ സപ്പോർട്ട് മുഴുവൻ ചിക്കൻ തിന്നിട്ട് പൈസ എനിക്ക് തരാതിരുന്നത് തെറ്റല്ലേ? തെറ്റാണ്, നിങ്ങൾ ചെയ്തത് തെറ്റ്. കണ്ട സജീഷ് ചേട്ടനുള്ള 16ന്റെ പണി വരുന്നുണ്ട് മോനെ. എന്ത് പണി വന്നാലും ഇരു കൈ നിന്നിട്ട് സ്വീകരിച്ച് അതിൽ സക്സസ്ഫുൾ ആയി കാണിച്ചു കണ്ടോ? കാണിച്ചു തരും. എനിക്കെന്നാ ടാസ്ക് എടുക്കാനില്ലേ, കൊതിയായിട്ട് വയ്യ. അത് 16ന്റെ പണിയാണ്. നമുക്ക് നോക്കാം. 2 പണി ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ പണിയാണ്. ഇവിടെ നോക്കാം നമുക്ക്. ചിക്കനും ഇന്ന് ഉച്ചക്ക് ചോറിനേരം പുട്ടും ചിക്കനും ഇങ്ങനെ കൊണ്ടുപോകാൻ രസാ. ഉച്ചക്കല്ലേ ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഒരു മൂടായിരിക്കും. അപ്പൊ ചൂടുണ്ടാവൂലല്ല. ഒരു കാര്യം ചെയ്യാം, അവിടെ ചെന്നിട്ട് സ്കൂളിൽ ടീച്ചറോട് അറ്റ പറ ചൂടാക്കി തരാൻ. അല്ല മോനെ, എന്താണ് രാവിലെ മൊബൈല് നോക്കുന്നു? സമയമായി ഗൈസ്, 8:30 കുട്ടികൾക്ക് പോവാൻ ടൈമായി. ഇനി വണ്ടറ പറയും ഓടേണ്ടി വരുമോ? 6 മണി കഴിഞ്ഞ് ഇന്ന് വണ്ടി പോയാലും ഇറങ്ങൂല മിക്കവാറും. കണ്ടില്ലേ, എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ ആക്കിന്ന് പറഞ്ഞാൽ അവസാനം നമ്മൾ തന്നെ വേണ്ടി വന്നില്ലേ? കണ്ട, ഇവിടെ കൊണ്ടാക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ വണ്ടിയും വേണ്ടി വന്നില്ലേ? പിന്നെ ഞാൻ അങ്ങനെ നേരത്തെ വരാന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഒരു സന്തോഷ വാർത്ത ഉണ്ട് നിങ്ങളോട് എല്ലാവരോട് പറയാൻ വേണ്ടിട്ട്. പൂർത്തിട്ടില്ല അല്ലെ? എനിക്ക് തോന്നിയൊരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രം. അതായത് ഞങ്ങള് സ്കൂളില് മക്കളെ കൊണ്ടാക്കാൻ വരുമ്പോഴും കൂട്ടാൻ വരുമ്പോഴും വണ്ടീനെ കാത്തു നിൽക്കുമ്പോഴെല്ലാം ഇരിക്കുന്ന സ്ഥലമാണ് ഇത്. ബാക്കി ഞാൻ പറയാം. ഇന്ദ്രുവിന്റെ വണ്ടി വന്നു. ഇന്ദ്രുവിനെ എടുത്ത് വണ്ടിയിലൊന്ന് കയറ്റി ടാറ്റ കൊടുത്ത് ബാക്കി വന്നിട്ട് പറയാം. ഓക്കെ, വേമ്പാ നമുക്ക് വീഡിയോ എടുക്കാനുണ്ട്. ടാറ്റ വരും, അച്ഛ വരും. ടാറ്റ അച്ഛക്ക് ഒരു ഉമ്മ തന്നിട്ട് പോ. ടാറ്റ, ശ്രദ്ധിച്ചു പോട്ടാ. ടാറ്റ ഉമ്മ. അല്ല മാമ, പിന്നെ അമ്മായില്ലേ വീട്ടില്? എന്നാ മാമനും ചെല്ലി വീട്ടിലോട്ടില്ലേ? വെറുതെ റോട്ടിലടക്കുന്നത്. നമ്മളെന്തായാലും അപ്പത്തെ ചായ കുടിക്കാൻ വേണ്ടി പോയാണ്. എന്നിട്ട് ഭാവി പരിപാടികളിലേക്ക് കടക്കാം. എടീ, എന്തുവാ ഇത്? ഇവിടെ എല്ലാരും മയത്തിലായി കഴിക്കുമ്പോ ഒരാൾ ചട്ടിയിൽ വാരിട്ട് അടിക്കാനുള്ള. വാരിട്ടൊന്നും അടിക്കണില്ല. ചട്ടി എന്തായാലും കഴുകണല്ലോ. അപ്പൊ അതിന് മുമ്പ് ഒന്ന് വൃത്തിയാക്കാൻ. ഇനി ആ ചട്ടി കഴുകണ്ട, കഴുകിയതുപോലെ ആയിട്ടുണ്ട്. എന്താണ് മകളെ ഇത്? ഇതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ ആയിരിക്കും. വേണ്ട, ഞാൻ കഴിക്കുന്നുണ്ട്. ഇനിയാണ് പ്ലാനിങ്ങുകളാണ്. ശരിക്കും പറഞ്ഞാല് നമ്മള് വീട്ടിലാരെങ്കിലും വന്നാല് നമ്മുടെയൊക്കെ മെയിൻ സംഭവം എന്നറിയാമോ? പ്ലാനിങ് അല്ലേ? എന്താണ് നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്താണ് ആക്കുക എന്നുള്ള ഒരു പ്ലാനിങ് ആണ്. ഇതാണ് ഇനിയിപ്പോൾ ഞാനിനി
തമ്മിലും ചർച്ചയാണ്. ഇവിടെ ചർച്ചക്ക് ഇതാ അന്തിമ വിധി പ്രഖ്യാപിക്കാൻ അവിടെ അല്ല അമ്മ ഞങ്ങള് ചർച്ച ചെയ്യും, എന്നിട്ട് അന്തിമ വിധി അമ്മേനോട് പറയും, ജഡ്ജിയോട് പറയും. ജഡ്ജിന്റെ സമ്മതം കിട്ടിക്കഴിയുമ്പോ ഞങ്ങളത് തുടങ്ങും. അങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് എന്താക്കാം, അവര് വന്നതല്ല, നമുക്ക് ചോറ് എന്തായാലും ഒഴിവാക്കാം. ചോറും കറി, കാരണം ചോറിന് നമുക്ക് ഇപ്പൊ കരിമീൻ കിട്ടാനില്ല. കരിമീനെല്ലാം ഞങ്ങൾ കണ്ട കാലം കരിമീൻ കിട്ടാനില്ല, ഇളമ്പക്ക കിട്ടാനില്ല. പിന്നെ ഉള്ളത് അയിലയും മത്തിയും ചിക്കനും. ഇത്തവണ ബിരിയാണി പിടിക്കാം. ബിരിയാണി ഇനിയിപ്പോ എന്ത്, ബീഫ് ബിരിയാണി വേണോ ചിക്കൻ ബിരിയാണി വേണോ? കഴിഞ്ഞ പ്രാവശ്യത്തെ ബീഫ് ബിരിയാണി സക്സസ് ആയിരുന്നു. അച്ഛനാക്കി അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു. വേണമെങ്കിൽ അത് നമുക്ക് ഇവർക്ക് ബീഫ് ബിരിയാണി ആക്കി കൊടുക്കാം, അതല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി ആക്കാം. ഈ 2 ചോയ്സ് പിടിക്കും. നീ ഇല്ലേ 1 കിലോ അരിയും മേടിച്ചിട്ട് ഒരു ചിക്കനും മേടിച്ച ബിരിയാണി ആയി. നീ എന്തിനാണ് ഈ സന്തനൊക്കെ വിളിച്ച് വിളി കൂട്ടുന്നത്? ഞാൻ അറിയാണ്ട് എന്തിനാ വിളിക്കുന്നത്? കാക്കിലരിയും കൂടി മേടിക്കാൻ. കാക്കിലരി 1 കിലോ അരി വേണം. കൂടി കാക്കിലരി വരുന്ന് പറഞ്ഞ അരി 1 കിലോ എന്നുള്ളത് 1.5 കിലോ അരിയാക്കും. 1/2 കിലോ ചിക്കനും എക്സ്ട്രാ വാങ്ങിക്കും. അങ്ങനെയൊന്നുമില്ല, ചിക്കൻ ബിരിയാണി വരും. എടി വേണ്ടെങ്കിൽ 10 മണിക്ക് മുന്നേ ഇവിടെ എത്തണം. എന്താ 10:30. ഇവിടെ വന്ന ആൾക്കാർക്ക് വന്നവർക്ക് എന്തെങ്കിലും ബിരിയാണി വെച്ചു കൊടുക്കാനാണ് നമ്മൾ നോക്കണത്. അല്ലാണ്ട് വരാത്തവരെ വിളിച്ചു വരുത്താൻ ഞാൻ പറ്റില്ല അതിനോട്. ഇവിടെ കേട്ടില്ല, ചെലവ് കൂടുതലാണല്ലേ? ചെലവ് കൂടുതലാക്കല്ലേ നീ? അല്ല അങ്ങനെയല്ല, പക്ഷെ 3 മണിക്ക് വന്നാല് കലം പോലും ബാക്കി വെച്ചിട്ടുണ്ടാവില്ല കേട്ടോ. ബിരിയാണി വെച്ച പാത്രം പോലും കാണൂല. ഞങ്ങൾ എന്തായാലും ഉറപ്പിച്ച് ഗൈസ്, അവർക്ക് ബീഫ് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചിക്കൻ ആക്കാം, നമുക്ക് ചിക്കൻ ബിരിയാണി പിടിക്കാം. എന്താ ചെയ്യാ, പാവൻ നികി കുക്ക് ചെയ്ത് മടുത്ത്. പിന്നെ എന്തെല്ലാം ആക്കിയതല്ലേ, ബിരിയാണി ബീഫ് ബിരിയാണി ആക്കി, നമ്മള് ചിക്കൻ ബിരിയാണിയും ആക്കി, 2ഉം ചെയ്തു. എന്തായാലും അവര് വന്നതല്ലേ, അങ്ങനെ നമ്മൾ ഇതാക്കാൻ പറ്റില്ല. നികി ഒന്നും നോക്കിയില്ല അല്ലേ? മന്തി മാക്കി കിട്ടൂല കിട്ടാനേ സാധ്യതയില്ല. ഇല്ല, ഇനി വേറെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഗൈസ് ഒന്നും പറയണ്ടത് കണ്ട, ഞങ്ങൾ ഇവരെയും കൂട്ടി ഹോട്ടലിൽ കൊണ്ടുവന്ന്. സംഭവം എന്താന്ന് വെച്ചാല്, ഞങ്ങള് സനിതയെല്ലാം വരുന്നെല്ലാം വിചാരിച്ച്, നമ്മളെല്ലാം വിചാരിച്ചതാണ്. അപ്പൊ ഇവർക്കും എവിടെ പോകാനുണ്ടായിരുന്നു, നമുക്കും ഇവിടെ വരേണ്ട ആവശ്യം ഉണ്ടായി, ഒരു കൊറിയർ എടുക്കാൻ. അപ്പൊ ഞങ്ങൾ 4 ആള് മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയാണെങ്കിൽ അവർക്ക് ചോറ് മതി എന്ന് പറഞ്ഞു. അതെ, സന്ത വരുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വിചാരിച്ച് എന്തിനാണ് നമ്മൾ 4 ആൾക്ക് മാത്രം ബിരിയാണി എല്ലാം ആക്കി കഷ്ടപ്പെടുന്നതെന്ന് വിചാരിച്ചു. ഞങ്ങൾ നേരെ നമ്മുടെ ഇവിടുത്തെ കണ്ണൂര് ഹോട്ടലിൽ വന്ന് ഒരു മറ്റേ ഷവായി, ഒരു കുഴിമന്തി അങ്ങ് ഓർഡർ ചെയ്ത് അതങ്ങ് കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നൊരു ദിവസം ടമാർ പടർ ലോട്ടറി അടിച്ച് ഗച്ച് കള്ളി. ഭയങ്കരമായി പോയി ഗൈസ്. എന്നാ പിന്നെ ഫുഡ് വരട്ടെ അല്ലേ ഗൈസ്? നമ്മുടെ ഫുഡ് എത്തി. എന്തോ ഇട്ട് മൂടി വെച്ചേക്കാണ്, അങ്ങോട്ട് തുറക്ക് കാണട്ടെ. നല്ല അടിപൊളി ഷവായി സൗദി ഷവായി എന്നുള്ള ഷവായി വിത്ത് റൈസ്. ഞങ്ങളേ വീട്ടിലെത്തി. ഇനി ഒരു സാധനം ഇതിൽ നിന്ന് എടുക്കാനുണ്ട്, ഇത് കൊണ്ടുവരാനാണ് ഞങ്ങൾ പോയത്. ആർക്കെങ്കിലും ഒരു ക്ലൂ തരാം, ആർക്കെങ്കിലും പറയാൻ പറ്റും, ഗസ് ചെയ്യാൻ പറ്റും എന്താ സാധനം അല്ലേ? നമ്മുടെ വീഡിയോ കാണുന്നതിൽ ആർക്കെങ്കിലും ആണ്, ഇവർക്ക് അറിയാം, ഞാൻ പറഞ്ഞു. ഒരു ചെറിയ ക്ലൂ ഇതാണതേ. ഇവിടെ ഒരു റെഡ് കളർ ഉണ്ട്, ഈ റെഡ് കളറ് കാണിച്ചു തരാം, ബാക്കി എന്താണെന്ന് പറഞ്ഞോളാം. അതാണ് ക്ലൂ അല്ലേ? ഇതിപ്പോൾ നമ്മളിപ്പോൾ തന്നെ പൊട്ടിക്കും അല്ലേ? പൊട്ടിച്ച് എല്ലാവരെയും കാണിക്കും. പക്ഷെ അതിന് മുമ്പായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ പറഞ്ഞോ, എന്തായിരിക്കും സാധനം? നോക്കാം, നമുക്ക് ഇപ്പൊ കാണാം. മോന് ഉപകാരമുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞില്ല എല്ലാരോടും പറയാൻ വേണ്ടിട്ട് ഈ ചാക്ക് എന്താണെന്ന്. ചാക്ക് പൊട്ടിക്കാൻ വേണ്ടി പോയാണ്. ഒരു അത്യാവശ്യം നല്ലൊരു പാക്കിംഗ് ആണ്. ഇത് ട്രെയിനിലാണ് വന്നത്, ട്രെയിനിൽ കാണിച്ചു തരാം ഇപ്പൊ തന്നെ എന്താണ് സംഭവം. ഈ ഒരു മാസം വളരെ അത്യാവശ്യമുള്ളൊരു സാധനമാണ്, അതും ഞാൻ പറയാം. ഈ ഒരു മന്ത് വളരെ അത്യാവശ്യമുള്ളൊരു സംഭവമാണ്. എന്തായിരിക്കും നോക്കൂ അല്ലേ? നമുക്ക് കാണാം. എന്താ മോനെ, നിങ്ങൾ പറഞ്ഞതൊന്നും ആയിരിക്കൂല ചിലപ്പോ. ഇതാണ് സാധനം.
നമ്മുടെ ക്രിസ്മസ് പപ്പാന്റെ ഡ്രസ്സാണ്. ഇതെല്ലാം ഒരുപാടുണ്ട്. ഇത് കണ്ട ഒരുപാടുണ്ട്. ഇത് സത്യം പറഞ്ഞ് ഇത്രയും എന്തിനാണെന്ന് വെച്ചാല് ഇതിന്റെ ഒരു വീഡിയോ എടുക്കാനുണ്ട്. അതിന് വേണ്ടി അയച്ചു. വടി അടക്കമുണ്ട് കണ്ടതാ, വടികളൊക്കെ അടക്കമുണ്ട്, എല്ലാ സംഭവമുണ്ട്. ഇത് ഹോൾസെയിലായിട്ട് സെയിൽ ചെയ്യുന്ന ഒരു ടീമിന്റെ വീഡിയോ എടുക്കാനുണ്ട്. ഈ സംഭവം നല്ല അടിപൊളി കോട്ടാണ്. ഇതിപ്പോൾ ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം. ഹോൾസെയിൽ ഓൺലി. ഇനിയിപ്പോൾ കടകളിലേക്കോ അല്ലെങ്കിൽ ഇപ്പം ഇനി പള്ളികളിലേക്കോ കരോൾ ടീമൊക്കെ ഇല്ലേ അവർക്കും ഒക്കെ വേണമെങ്കിൽ ഈ സാധനം ഹോൾസെയിലായിട്ട് വാങ്ങാം. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ട് കാണിച്ചു തരാട്ടാ. ഇത് മിനിമം 5000 രൂപക്ക് പർച്ചേസ് ചെയ്യണം. ഏറ്റവും കുറഞ്ഞത് 5000 രൂപയെങ്കിലും മിനിമം പർച്ചേസ് ചെയ്താൽ മാത്രമേ ഈ സംഭവം അവർ നിങ്ങൾക്ക് വിട്ടുതരുള്ളൂ. ഇത് ഞാനല്ല ടീമിൻ്റെ കച്ചവടം. ഇത് എറണാകുളത്തുള്ള ടീമാണ്. എറണാകുളത്ത് നിന്നാണ് ഇത് കൊറിയർ അയക്കുന്നത് എല്ലാ സ്ഥലത്തോട്ടും. കേരളത്തിൽ എവിടെ വേണമെങ്കിലും അവർ നിങ്ങൾക്ക് ഇത് അയച്ചു തരും. മൊത്തം പപ്പാഞ്ഞി കൂട്ടായിട്ടുണ്ട് ഇവിടെ. മൂന്നാമത്തത് റെഡിയാവുന്നു, നാലാമത്തത് ഇവിടെ ഇടുന്നുണ്ട്. മൊത്തം ഒരു എവിടെയാ ചെന്നത് ഇപ്പൊ ജെറുസലേമില്ല, അത് കഴിഞ്ഞ് മറ്റേ എവിടെയാന്ന് പറയില്ല അതുപോലെ. പക്ഷെ ഉണ്ടല്ല ഞാൻ വെറുതെ പറഞ്ഞല്ലോ, സാധനം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് കണ്ടോ നിങ്ങൾ? ഡ്രസ്സ് നോക്കിയാൽ നമ്മൾ ഇതൊരെണ്ണം വാങ്ങിയ എൻ്റെ അഭിപ്രായത്തിൽ അടുത്ത വർഷവും അതിൻ്റെ പിന്നത്തെ വർഷമൊക്കെ ഉപയോഗിക്കാം. എപ്പോഴായാലും നശിക്കൂല. നല്ല ക്വാളിറ്റി ഉണ്ട്. കണ്ട ഉള്ളൊക്കെ കണ്ട നല്ല കീറിപ്പോകുന്ന ടൈപ്പല്ല, നല്ല അടിപൊളി സാധനം. ഇത് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ്. കണ്ട ഉള്ളിൽ കഴിഞ്ഞപ്പോ ഡ്രസ്സ് ഇട്ടില്ലെങ്കിലും അടിപൊളി കറക്റ്റ് അളവാണ് എല്ലാവരും കേട്ടാ. ന്യൂ ബോൺ ബേബിക്ക് അടക്കം ഉണ്ട് കേട്ടോ. ഇപ്പൊ ജനിക്കുന്ന കുട്ടികൾക്ക് അടക്കം ഏത് പ്രായമുള്ളവർക്കുള്ള സാധനം ഉണ്ട്. കണ്ട ദൈവരിട്ടിരിക്കുന്നത്. ഇത് ഇതിന്റെ ഒപ്പം ഇതൊക്കെയാണ് വരുന്നത്. മുഖം മൂടി ഇല്ല കേട്ടാ. നമ്മളെ ഈ ക്യാപ്പ്, പിന്നെ ഒരു ബാഗ് ഉണ്ട്. പപ്പാഞ്ഞൊരു ഒരു ബാഗ്. എന്താ മക്കളെ ഇത് എന്തൊക്കെ കാണണേ? ഫുൾ പപ്പാഞ്ഞി റോട്ടില്. ഇത് എവിടെ നിന്നാ പ്രത്യക്ഷപ്പെട്ടേന്ന് വിചാരിക്കും ആൾക്കാർ. സൈഡിലേക്ക് വണ്ടി ഇതാക്കല്ലേ, സൈഡിലേക്ക്. ആൾക്കാരെല്ലാം നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇവിടെ. ഇതൊന്നുമല്ല കാണിച്ചു തരാം ബാക്കി. ഞാൻ ഇതിലും വലുത് വരാനിരിക്കുന്നേ ഉള്ളൂ. പലതരം പപ്പാഞ്ഞികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അടുക്കളയിൽ പണിയെടുക്കാൻ പറ്റാൻ പപ്പാഞ്ഞികളെ കാണിച്ചു തരട്ടെ. ഇപ്പൊ രണ്ടുപേരും അടുക്കളയിൽ നിന്ന് വന്നതാണത്. ഒരു പപ്പാഞ്ഞിനെ അടുക്കളയിൽ എന്തോ എടുത്തിട്ട് വരുന്നുണ്ട്. ഇത് കണ്ട എന്താ ചെയ്യാ? നിങ്ങക്ക് ഇനി ഇതാ അടുത്ത പപ്പാഞ്ഞി ഇവിടെ റെഡി ആയിട്ട് നിപ്പുണ്ട് കേട്ടാ. ഹലോ, ഒന്നിങ്ങോട്ട് തിരിയോ? ഹാപ്പി ക്രിസ്മസ് അഡ്വാൻസ് അല്ലേ? ഒന്നടുത്തുനിന്ന് രണ്ടാളും കൂടി കാണട്ടെ. ഒരു പപ്പാഞ്ഞി ഫാമിലിടാ. ഇതാ പപ്പാഞ്ഞികൾക്ക് ഉണ്ടായ പപ്പാഞ്ഞി മക്കൾ. വയറ് ചില നിലമെടുത്ത് നോക്കേണ്ടി വരും. വയറൊന്നും ഇല്ല, 6 പാക്കാണ് പപ്പാഞ്ഞൊക്കെ. അപ്പം ഞങ്ങൾ എന്തായാലും ഈ പപ്പാഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോസിലൊക്കെ എടുത്ത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ ഹോൾസെയിലായിട്ട് കേട്ടോ, അതായത് ഏറ്റവും കുറഞ്ഞ 5000 രൂപയിൽ എടുക്കണം. ഹോൾസെയിലായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം, അവരെവിടെയാണെന്ന് വെച്ചാൽ അയച്ചു തരും കേട്ടോ. അതിനുശേഷമേ ഞങ്ങൾക്കൊരു ബർത്ത്ഡേ പ്രോഗ്രാമിന് പോകാനുണ്ടായിരുന്നു. ഈ മോളതാണ് കേട്ടോ ബർത്ത്ഡേ. സ്പെഷ്യലാണ്, 18ാമത്തെ ബർത്ത്ഡേ ആണ്. ഞങ്ങളുടെ സ്വന്തം രാധാമണി ചേച്ചിൻ്റെ മോളാണ് കേട്ടോ. 2 പെൺമക്കളാണ്. മൂത്താള് ഇളയാളുടെ 18ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. ദുഗുൻ്റെ ഇന്ദ്രുവിനൊക്കെ ട്യൂഷൻ എടുത്തിരുന്നത് ഈ കുട്ടികളായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ്. പിന്നെ പ്രത്യേകിച്ച് രാധാമണി ചേച്ചിയായിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. അങ്ങനെ ബർത്ത്ഡേ എല്ലാം കഴിഞ്ഞു, ഞങ്ങൾ വീട്ടിലെത്തി. എന്നിട്ട് ഇവരെന്താക്കി, സന്ദനെ കാണാൻ വേണ്ടി പോയി. എന്നിട്ട് അവിടെ നിന്ന് സന്ദനയും പോക്കി ഇവരിങ്ങോട്ട് പോന്ന്. നീ എന്തിനാ വന്നേ? ഒന്നും വെച്ചില്ല, നീ ഇല്ലാത്തോണ്ട് ഞങ്ങള് ആ ഹോട്ടലിൽ പോയി നല്ല കുഴിമന്തി അടിച്ചു. അത്ര തന്നെ അല്ലേ? അപ്പൊ ഇവളും നന്ദൂട്ടനും കൂടി ഇങ്ങോട്ട് പോന്നു. സബീലിനെ കൂട്ടിയില്ല അല്ലേ? ആളിനെ കൂട്ടിയില്ല ഗൈസ്. അവിടെ അമ്മ ഒറ്റക്കായോണ്ട് ഒഴിവാക്കിയാണ്. അവന്റെ അളിയന അവിടെ അമ്മ ഒറ്റക്കായോണ്ട് വരാനാണ് ഗൈസ്. ഇവര് ഇന്ന് രാത്രി കൂടി അല്ലേ ഉള്ളൂ. ഇവര് നാളെ പോയല്ലേ. അപ്പൊ ഒന്ന് രാത്രി ഒന്ന് കൊഞ്ചാന്ന് വിചാരിച്ചു വന്നി. നടുക്കിടന്ന് കൊഞ്ചാൻ. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇവരുടെ കൊഞ്ചലുകളൊക്കെ നടക്കട്ടെ. നമ്മളെന്തായാലും ഈ വ്ളോഗ് ഇവര് വന്നപ്പോ തൊട്ട് രാവിലെ തുടങ്ങിയതാണ് അല്ലേ? ഇന്നൊരു ഫുൾ ഡേ ആയി എന്ന് പറയാം. ശരിക്കും ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയായി. അപ്പോൾ നമുക്ക് ഈ വ്ളോഗ് ഇവിടെ അങ്ങോട്ട് വൈൻഡപ്പ് പഠിക്കുക അല്ലേ? അപ്പൊ അങ്ങനെ നിർത്തുക, അങ്ങോട്ട് പോവുക. അപ്പൊ ശരി ഗൈസ്, ഓക്കെ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റ. ക്യാമറമാൻ സജീഷിനോടൊപ്പം
3 മൊണ്ണകൾ. കണ്ണ ക്യാമറമാൻ സജീഷിനോടൊപ്പം 3 മൊണ്ണകൾ. ഓക്കെ ഗൈസ്, ടാറ്റ.